ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. +1 തുല്യതാ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി 2026 അക്ഷര കൈരളി പരീക്ഷാ പതിപ്പ് അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ബിസിനസ് സ്റ്റഡീസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന പ്രധാന ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ ക്ലാസ് മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എക്സാം റിലേറ്റഡ് ക്ലാസ്സുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 1 മുതൽ 10 വരെയുള്ള ഏതെങ്കിലും 8 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഓരോന്നിനും 1 സ്കോർ വീതമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. മറ്റ് വ്യവസായങ്ങൾക്ക് പിന്തുണ നൽകുന്ന വ്യവസായങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. മറ്റ് വ്യവസായങ്ങൾക്ക് പിന്തുണ നൽകുന്ന വ്യവസായങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻസ്: പ്രാഥമിക വ്യവസായങ്ങൾ, ദ്വിതീയ വ്യവസായങ്ങൾ, തൃതീയ വ്യവസായങ്ങൾ, പ്രകൃതിജന്യ വ്യവസായങ്ങൾ. ആൻസർ: തൃതീയ വ്യവസായങ്ങൾ. ആൻസർ: തൃതീയ വ്യവസായങ്ങൾ. പ്രാഥമിക വ്യവസായത്തിനും ദ്വിതീയ വ്യവസായത്തിനും താങ്ങായി പ്രവർത്തിക്കുന്നവയാണ് തൃതീയ വ്യവസായം. പ്രാഥമിക വ്യവസായത്തിനും ദ്വിതീയ വ്യവസായത്തിനും താങ്ങായി പ്രവർത്തിക്കുന്നവയാണ് തൃതീയ വ്യവസായം. ഉദാഹരണം: ബാങ്കിംഗ്, ഇൻഷുറൻസ്, സംഭരണം, പരസ്യം തുടങ്ങിയവ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരു പങ്കാളിത്ത സ്ഥാപനത്തിലെ അംഗങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു പങ്കാളിത്ത സ്ഥാപനത്തിലെ അംഗങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻസ്: ഏകാംഗ വ്യാപാരി, ഓഹരി ഉടമകൾ, പങ്കാളികൾ, കോ-പാർസണർ. ആൻസർ: പങ്കാളികൾ. ആൻസർ: പങ്കാളികൾ. ഒരു പങ്കാളിത്ത സ്ഥാപനത്തിലെ അംഗങ്ങളെ പങ്കാളികൾ എന്ന് വിളിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഡാഷിന് ഉദാഹരണമാണ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഡാഷിന് ഉദാഹരണമാണ്. ഓപ്ഷൻസ്: വകുപ്പ് തല സംരംഭങ്ങൾ, സർക്കാർ കമ്പനി, പൊതു കോർപ്പറേഷൻ, സ്വകാര്യ കമ്പനി. ആൻസർ: സർക്കാർ കമ്പനി. ആൻസർ: സർക്കാർ കമ്പനി. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഒരു സർക്കാർ കമ്പനിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. നികുതി അടയ്ക്കുന്നതിന് മുൻപ് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ സ്വീകരിക്കുന്നതിന് ഗവൺമെന്റ് ലൈസൻസ് ഉള്ള വെയർഹൌസുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. നികുതി അടയ്ക്കുന്നതിന് മുൻപ് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ സ്വീകരിക്കുന്നതിന് ഗവൺമെന്റ് ലൈസൻസ് ഉള്ള വെയർഹൌസുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻസ്: സർക്കാർ വെയർഹൌസുകൾ, ബോണ്ടഡ് വെയർഹൌസുകൾ, പൊതു വെയർഹൌസുകൾ, സ്വകാര്യ വെയർഹൌസുകൾ. ആൻസർ: ബോണ്ടഡ് വെയർഹൌസുകൾ. ആൻസർ: ബോണ്ടഡ് വെയർഹൌസുകൾ. ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ അതിന്റെ ഇറക്കുമതി നികുതി കൊടുത്തു തീർക്കുന്നതുവരെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് ബോണ്ടഡ് വെയർഹൌസുകൾ. ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ അതിന്റെ ഇറക്കുമതി നികുതി കൊടുത്തു തീർക്കുന്നതുവരെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് ബോണ്ടഡ് വെയർഹൌസുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 5. വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് പ്രധാനമായും ഡാഷ് മലിനീകരണത്തിന് കാരണമാകുന്നു. വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് പ്രധാനമായും ഡാഷ് മലിനീകരണത്തിന് കാരണമാകുന്നു. ഓപ്ഷൻസ്: വെള്ളം, ഭൂമി, വായു, ശബ്ദം. ആൻസർ: വായു. ആൻസർ: വായു. വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് പ്രധാനമായും വായു മലിനീകരണത്തിന് കാരണമാകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. ഒരു കമ്പനിയുടെ ആന്തരിക മാനേജ്മെന്റ് സംബന്ധിച്ച് നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന രേഖയാണ് ഡാഷ്. ഒരു കമ്പനിയുടെ ആന്തരിക മാനേജ്മെന്റ് സംബന്ധിച്ച നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന രേഖയാണ് ഡാഷ്. ഓപ്ഷൻസ്: മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ്, അസോസിയേഷന്റെ ആർട്ടിക്കിൾസ്, സർട്ടിഫിക്കറ്റ്, ഇൻകോർപ്പറേഷൻ. ആൻസർ: അസോസിയേഷന്റെ ആർട്ടിക്കിൾസ്, സർട്ടിഫിക്കറ്റ്. കമ്പനിയും കമ്പനിയുടെ അംഗങ്ങളും തമ്മിലുള്ള ആഭ്യന്തര കാര്യങ്ങൾ വിവരിക്കുന്ന രേഖയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനിയും കമ്പനിയുടെ അംഗങ്ങളും തമ്മിലുള്ള ആഭ്യന്തര കാര്യങ്ങൾ വിവരിക്കുന്ന രേഖയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. വേറിട്ടത് കണ്ടെത്തുക. ഓപ്ഷൻസ്: ഇക്വിറ്റി ഓഹരികൾ, കടപ്പത്രങ്ങൾ, കരുതൽ ലാഭം, മുൻഗണനാ ഓഹരികൾ. ഇക്വിറ്റി ഓഹരികൾ, കടപ്പത്രങ്ങൾ, കരുതൽ ലാഭം, മുൻഗണനാ ഓഹരികൾ. ആൻസർ: കടപ്പത്രങ്ങൾ. ആൻസർ: കടപ്പത്രങ്ങൾ.
ബാക്കിയുള്ള ഇക്വിറ്റി ഓഹരികൾ, കരുതൽ ലാഭം, മുൻഗണനാ ഓഹരികൾ ഉടമസ്ഥതാ മൂലധനത്തിൽ പെടുന്നതും കടപ്പത്രങ്ങൾ വായ്പാ മൂലധനത്തിന്റെ കീഴിൽ വരുന്നതുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും സ്ഥിരം കടയിൽ കച്ചവടം നടത്തുന്ന വൻകിട ചില്ലറ കച്ചവടക്കാരെ തിരിച്ചറിയുക. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും സ്ഥിരം കടയിൽ കച്ചവടം നടത്തുന്ന വൻകിട ചില്ലറക്കാരെ തിരിച്ചറിയുക. ഓപ്ഷൻസ്: ചീപ്പ് ജാക്കുകൾ, സ്പെഷ്യാലിറ്റി ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, നടന്ന് കച്ചവടം നടത്തുന്നവർ. ആൻസർ: സൂപ്പർ മാർക്കറ്റുകൾ. ആൻസർ: സൂപ്പർ മാർക്കറ്റുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 9. ഒരു ഉപഭോക്താവ് ഓൺലൈനിലൂടെ മൊബൈൽ ഫോൺ വാങ്ങുന്നത് ഏത് തരത്തിലുള്ള ഇ ബിസിനസിന്റെ ഉദാഹരണമാണ്? ഒരു ഉപഭോക്താവ് ഓൺലൈനിലൂടെ മൊബൈൽ ഫോൺ വാങ്ങുന്നത് ഏത് തരത്തിലുള്ള ഇ ബിസിനസിന്റെ ഉദാഹരണമാണ്? ഓപ്ഷൻസ്: B2B, B2C, ഇൻട്രാബി, C2C. ആൻസർ: B2C. ആൻസർ: B2C. B2C എന്തെന്നാൽ ബിസിനസ് ടു കസ്റ്റമർ. ബിസിനസ് ടു കസ്റ്റമർ. ക്വസ്റ്റ്യൻ നമ്പർ 10. മാതൃരാജ്യത്ത് നിന്ന് ഒരു വിദേശ രാജ്യത്തേക്ക് ചരക്കുകളും സേവനങ്ങളും അയക്കുന്നതാണ് ഡാഷ്. മാതൃരാജ്യത്ത് നിന്ന് ഒരു വിദേശ രാജ്യത്തേക്ക് ചരക്കുകളും സേവനങ്ങളും അയക്കുന്നതാണ് ഡാഷ്. ഓപ്ഷൻസ്: കയറ്റുമതി, ഇറക്കുമതി, ഹോം ട്രേഡ്, വിദേശ വ്യാപാരം. ആൻസർ: കയറ്റുമതി. ആൻസർ: കയറ്റുമതി. മാതൃരാജ്യത്ത് നിന്ന് ഒരു വിദേശ രാജ്യത്തേക്ക് ചരക്കുകളും സേവനങ്ങളും അയക്കുന്നതാണ് കയറ്റുമതി. 11 മുതൽ 16 വരെയുള്ള ഏതെങ്കിലും 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. ബിസിനസ് പ്രവർത്തനങ്ങളുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ രേഖപ്പെടുത്തുക. ബിസിനസ് പ്രവർത്തനങ്ങളുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ രേഖപ്പെടുത്തുക. ആൻസർ: മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയോ വാങ്ങി വിൽക്കുകയോ ചെയ്ത് ലാഭം നേടാൻ സ്ഥിരമായി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനമാണ് ബിസിനസ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയോ വാങ്ങി വിൽക്കുകയോ ചെയ്ത് ലാഭം നേടാൻ സ്ഥിരമായി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനമാണ് ബിസിനസ്. ബിസിനസിന്റെ 2 സവിശേഷതകൾ നോക്കാം. 1. ബിസിനസ് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. ബിസിനസ് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. 2. സാധനങ്ങളുടെ ഉൽപാദനവും സേവനങ്ങളുടെ പ്രദാനവും. സാധനങ്ങളുടെ ഉൽപാദനവും സേവനങ്ങളുടെ പ്രദാനവും. 3. ലാഭം സമ്പാദിക്കൽ. 3. ലാഭം സമ്പാദിക്കൽ. 4. നഷ്ടസാധ്യത. 4. നഷ്ടസാധ്യത. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 12. ബിസിനസ് ധാർമ്മികത എന്നാൽ എന്ത്? ബിസിനസ് ധാർമ്മികത എന്നാൽ എന്ത്? ആൻസർ: ബിസിനസ് നടത്തുമ്പോൾ പാലിക്കേണ്ട സത്യസന്ധത, നീതി, സാമൂഹിക ഉത്തരവാദിത്വം തുടങ്ങിയ ധാർമ്മിക തത്വങ്ങളെയാണ് ബിസിനസ് ധാർമ്മികത എന്ന് പറയുന്നത്. ബിസിനസ് നടത്തുമ്പോൾ പാലിക്കേണ്ട സത്യസന്ധത, നീതി, സാമൂഹിക ഉത്തരവാദിത്വം തുടങ്ങിയ ധാർമ്മിക തത്വങ്ങളെയാണ് ബിസിനസ് ധാർമ്മികത എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13. വായ്പാ മൂലധനത്തിന്റെ ഏതെങ്കിലും 2 പരിമിതികൾ പ്രസ്താവിക്കുക. വായ്പാ മൂലധനത്തിന്റെ ഏതെങ്കിലും 2 പരിമിതികൾ പ്രസ്താവിക്കുക. ആൻസർ: ബിസിനസ് ആരംഭിക്കുന്നതിനോ വികസിപ്പിക്കുന്നതിനോ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങിയ ബാഹ്യ സ്രോതസ്സുകളിൽ നിന്ന് കടമായി സമാഹരിക്കുന്ന മൂലധനത്തെയാണ് വായ്പാ മൂലധനം എന്ന് പറയുന്നത്. ബിസിനസ് ആരംഭിക്കുന്നതിനോ വികസിപ്പിക്കുന്നതിനോ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങിയ ബാഹ്യ സ്രോതസ്സുകളിൽ നിന്ന് കടമായി സമാഹരിക്കുന്ന മൂലധനത്തെയാണ് വായ്പാ മൂലധനം എന്ന് പറയുന്നത്. വായ്പാ മൂലധനത്തിന്റെ 2 പരിമിതികൾ നോക്കാം. 1. നിശ്ചിത പലിശ നിർബന്ധമായും നൽകണം. നിശ്ചിത പലിശ നിർബന്ധമായും നൽകണം. 2. ശാശ്വതമായി നിലനിർത്താൻ കഴിയില്ല. ശാശ്വതമായി നിലനിർത്താൻ കഴിയില്ല. 3. വായ്പകൾ യഥാസമയത്ത് തിരിച്ചു നൽകിയില്ലെങ്കിൽ അത് വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കും. വായ്പകൾ യഥാസമയത്ത് തിരിച്ചു നൽകിയില്ലെങ്കിൽ അത് വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കും. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 14. വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള ഏതെങ്കിലും 2 നടപടികൾ വ്യക്തമാക്കുക. വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള
ഏതെങ്കിലും 2 നടപടികൾ വ്യക്തമാക്കുക. ആൻസർ: 2 അതിലധികമോ രാജ്യങ്ങൾ തമ്മിൽ ലാഭലക്ഷ്യത്തോടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഇറക്കുമതിയും കയറ്റുമതിയും നടത്തുന്ന വ്യാപാരമാണ് വിദേശ വ്യാപാരം. 2 അതിലധികമോ രാജ്യങ്ങൾ തമ്മിൽ ലാഭലക്ഷ്യത്തോടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഇറക്കുമതിയും കയറ്റുമതിയും നടത്തുന്ന വ്യാപാരമാണ് വിദേശ വ്യാപാരം. വിദേശ വ്യാപാരത്തിനായി ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള 2 നടപടികൾ നോക്കാം. 1. ചുങ്കം തിരിച്ചു നൽകൽ. 2. കയറ്റുമതി സംസ്കരണ മേഖല. 3. പ്രത്യേക സാമ്പത്തിക മേഖല. 4. കയറ്റുമതി സ്ഥാപനങ്ങളെ പ്രത്യേക പദവി നൽകി ആദരിക്കുന്ന പദ്ധതി. എളുപ്പമുള്ള 2 എഴുതിയാൽ മതിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 15. കമ്പനി രൂപീകരണത്തിൽ പ്രമോട്ടറുടെ പങ്ക് എന്തെന്ന് വ്യക്തമാക്കുക. ആൻസർ: കമ്പനി രൂപീകരണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തുന്നയാളാണ് പ്രമോട്ടർ. കമ്പനി രൂപീകരണത്തിൽ പ്രമോട്ടർ നിർവഹിക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ നോക്കാം. 1. കമ്പനിക്ക് ആവശ്യമായ ഭൂമി, വീട്, വാഹനങ്ങൾ എന്നിവ പ്രമോട്ടർ വാങ്ങുന്നു. 2. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. 3. വസ്തുവിന്റെ ഉടമസ്ഥാവകാശ രേഖകൾ സമർപ്പിക്കുന്നു. 4. ഉടമസ്ഥാവകാശം കമ്പനിക്ക് കൈമാറുന്ന നിയമപരമായ ക്രമീകരണങ്ങൾ നടത്തുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 16. നബാർഡിനെ കുറിച്ച് ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ: നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അഥവാ ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് 1982 സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയിലെ കാർഷിക മേഖലയുടെയും ഗ്രാമീണ മേഖലയുടെയും വികസനത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാന ധനകാര്യ സ്ഥാപനമാണിത്. ഇന്ത്യയിലെ കാർഷിക മേഖലയുടെയും ഗ്രാമീണ മേഖലയുടെയും വികസനത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാന ധനകാര്യ സ്ഥാപനമാണിത്. 17 മുതൽ 22 വരെയുള്ള ഏതെങ്കിലും 5 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഓരോന്നിനും 3 സ്കോർ വീതമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. സ്വകാര്യ കമ്പനിയുടെ ഏതെങ്കിലും 3 വിശേഷാധികാരങ്ങൾ എഴുതുക. ആൻസർ: സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സ്വകാര്യ കമ്പനികൾ. സ്വകാര്യ കമ്പനിയുടെ 3 വിശേഷാധികാരങ്ങൾ നോക്കാം. 1. സ്വകാര്യ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. 2. ഉടമസ്ഥർ സാധാരണയായി അല്ലെങ്കിൽ ഉടമസ്ഥരാൽ നിയമിക്കപ്പെടുന്ന വിദഗ്ധരായ മാനേജർമാരാണ് ഇതിന്റെ ഭരണം നടത്തുന്നത്. 3. ലാഭം നേടുക എന്നതാണ് മുഖ്യ ലക്ഷ്യം. 4. സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉടമസ്ഥർക്ക് മറ്റാരോടും കണക്കുകൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇതിലേതെങ്കിലും 3 എഴുതിയാൽ മതിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 18. അന്താരാഷ്ട്ര ബിസിനസ്സിൽ നിന്നും ബിസിനസ് സ്ഥാപനങ്ങൾക്കുള്ള ഗുണങ്ങൾ വ്യക്തമാക്കുക. ആൻസർ: ഒരു രാജ്യത്തിന്റെ അതിർത്തികൾ കടന്ന് മറ്റൊരു രാജ്യവുമായി സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, സാങ്കേതിക വിദ്യ എന്നിവയുടെ
വാങ്ങൽ, വിൽപ്പന, കൈമാറ്റം എന്നിവ ലാഭലക്ഷ്യത്തോടെ നടത്തുന്ന വ്യാപാര പ്രവർത്തനത്തെയാണ് അന്താരാഷ്ട്ര ബിസിനസ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ അതിർത്തികൾ കടന്ന് മറ്റൊരു രാജ്യവുമായി സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, സാങ്കേതിക വിദ്യ എന്നിവയുടെ വാങ്ങൽ, വിൽപ്പന, കൈമാറ്റം എന്നിവ ലാഭലക്ഷ്യത്തോടെ നടത്തുന്ന വ്യാപാര പ്രവർത്തനങ്ങളെയാണ് അന്താരാഷ്ട്ര ബിസിനസ് എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര ബിസിനസ്സിൽ നിന്നും ബിസിനസ് സ്ഥാപനങ്ങൾക്കുള്ള ഗുണങ്ങൾ നോക്കാം. 1. വിദേശ വിപണികളിലേക്ക് പ്രവേശിക്കാൻ അവസരം ലഭിക്കുന്നു. വിദേശ വിപണികളിലേക്ക് പ്രവേശിക്കാൻ അവസരം ലഭിക്കുന്നു. 2. വിൽപ്പനയും ലാഭവും വർദ്ധിക്കുന്നു. വിൽപ്പനയും ലാഭവും വർദ്ധിക്കുന്നു. 3. വിദേശ നാണ്യം സമ്പാദിക്കാൻ സഹായിക്കുന്നു. വിദേശ നാണ്യം സമ്പാദിക്കാൻ സഹായിക്കുന്നു. 4. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു. 5. ആധുനിക സാങ്കേതിക വിദ്യയും പുതിയ അറിവുകളും ലഭിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യയും പുതിയ അറിവുകളും ലഭിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 19. ബഹുരാഷ്ട്ര കമ്പനികൾ എന്ത്? അവയ്ക്ക് 2 ഉദാഹരണം എഴുതുക. ബഹുരാഷ്ട്ര കമ്പനികൾ എന്ത്? അവയ്ക്ക് 2 ഉദാഹരണം എഴുതുക. ആൻസർ: ഒരു രാജ്യത്ത് ആസ്ഥാനം ഉണ്ടായിരിക്കുകയും ഒന്നിലധികം വിദേശ രാജ്യങ്ങളിൽ ശാഖകളോ ഉൽപാദന യൂണിറ്റുകളോ സ്ഥാപിച്ച് ബിസിനസ് നടത്തുന്ന കമ്പനികളെയാണ് ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ആസ്ഥാനം ഉണ്ടായിരിക്കുകയും ഒന്നിലധികം വിദേശ രാജ്യങ്ങളിൽ ശാഖകളോ ഉൽപാദന യൂണിറ്റുകളോ സ്ഥാപിച്ച് ബിസിനസ് നടത്തുന്ന കമ്പനികളെയാണ് ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറയുന്നത്. ഉദാഹരണം: ഇന്ത്യൻ വ്യാപാര സ്ഥാപനങ്ങളായ ടാറ്റ, ബിർള, ജപ്പാനിലെ സുസുക്കി, ഇംഗ്ലണ്ടിലെ ബ്രൂക്ക് ബോണ്ട് എന്നിവ ഉദാഹരണങ്ങളാണ്. ഇന്ത്യൻ വ്യാപാര സ്ഥാപനങ്ങളായ ടാറ്റ, ബിർള, ജപ്പാനിലെ സുസുക്കി, ഇംഗ്ലണ്ടിലെ ബ്രൂക്ക് ബോണ്ട് ഉദാഹരണങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. സാമ്പത്തിക സ്രോതസ് എന്ന നിലയിൽ കരുതൽ ലാഭത്തിന്റെ ഏതെങ്കിലും 3 ഗുണങ്ങൾ ചുരുക്കി വിശദീകരിക്കുക. സാമ്പത്തിക സ്രോതസ് എന്ന നിലയിൽ കരുതൽ ലാഭത്തിന്റെ ഏതെങ്കിലും 3 ഗുണങ്ങൾ ചുരുക്കി വിശദീകരിക്കുക. കരുതൽ ലാഭത്തിന്റെ ഗുണങ്ങൾ നോക്കാം. 1. സ്ഥാപനത്തെ സാമ്പത്തികമായും കൂടുതൽ ശക്തമാക്കുന്നു. സ്ഥാപനത്തെ സാമ്പത്തികമായും കൂടുതൽ ശക്തമാക്കുന്നു. ലാഭത്തിന്റെ ഒരു ഭാഗം സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തുന്നതിനാൽ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യുന്നു. ലാഭത്തിന്റെ ഒരു ഭാഗം സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തുന്നതിനാൽ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യുന്നു. 2. ധനസമാഹരണവുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഒഴിവാക്കുന്നു. ധനസമാഹരണവുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഒഴിവാക്കുന്നു. പുറത്തുനിന്ന് ധനം സമാഹരിക്കേണ്ട ആവശ്യം കുറയുന്നതിനാൽ വായ്പ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല. പുറത്തുനിന്ന് ധനം സമാഹരിക്കേണ്ട ആവശ്യം കുറയുന്നതിനാൽ വായ്പ എടുക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. 3. വികസനത്തിനും നവീകരണത്തിനും സഹായകമാണ്. വികസനത്തിനും നവീകരണത്തിനും സഹായകമാണ്. നിലനിർത്തിയ ലാഭം ഉപയോഗിച്ച് പുതിയ പദ്ധതികൾ ആരംഭിക്കാനും നിലവിലുള്ള പ്രവർത്തനങ്ങൾ വികസിപ്പിക്കാനും ആധുനികവൽക്കരിക്കാനും കഴിയും. നിലനിർത്തിയ ലാഭം ഉപയോഗിച്ച് പുതിയ പദ്ധതികൾ ആരംഭിക്കാനും നിലവിലുള്ള പ്രവർത്തനങ്ങൾ വികസിപ്പിക്കാനും ആധുനികവൽക്കരിക്കാനും കഴിയും. 4. ബിസിനസിന്റെ സൽപ്പേര് വർദ്ധിപ്പിക്കുന്നു. ബിസിനസിന്റെ സൽപ്പേര് വർദ്ധിപ്പിക്കുന്നു. സ്വന്തം ലാഭം ഉപയോഗിച്ച് വികസിക്കുന്ന സ്ഥാപനത്തിന് കൂടുതൽ വിശ്വാസ്യതയും നല്ല പേരും ലഭിക്കും. സ്വന്തം ലാഭം ഉപയോഗിച്ച് വികസിക്കുന്ന സ്ഥാപനത്തിന് കൂടുതൽ വിശ്വാസ്യതയും നല്ല പേരും ലഭിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 21. ഒരു കമ്പനിയുടെ രൂപീകരണത്തിലുള്ള പ്രമോട്ടറുടെ ഏതെങ്കിലും 3 പ്രവർത്തനങ്ങൾ വിവരിക്കുക. ഒരു കമ്പനിയുടെ രൂപീകരണത്തിലുള്ള പ്രമോട്ടറുടെ ഏതെങ്കിലും 3 പ്രവർത്തനങ്ങൾ വിവരിക്കുക. ആൻസർ: ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ബിസിനസ് തുടങ്ങുന്നതിനാവശ്യമായ വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന വ്യക്തിയാണ് പ്രമോട്ടർ. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ബിസിനസ് തുടങ്ങുന്നതിനാവശ്യമായ വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തുന്ന വ്യക്തിയാണ് പ്രമോട്ടർ.
ഒരു കമ്പനിയുടെ രൂപീകരണത്തിലുള്ള പ്രൊമോട്ടറുടെ 3 പ്രവർത്തനങ്ങൾ നോക്കാം. 1. ബിസിനസ് ആശയം കണ്ടെത്തുകയും കമ്പനി രൂപീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുക. ബിസിനസ് ആശയം കണ്ടെത്തുകയും കമ്പനി രൂപീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുക. പ്രൊമോട്ടർ ആദ്യം ലാഭകരമായ ഒരു ബിസിനസ് ആശയം കണ്ടെത്തുകയും ആ ആശയം നടപ്പിലാക്കാൻ കമ്പനി രൂപീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പ്രൊമോട്ടർ ആദ്യം ലാഭകരമായ ഒരു ബിസിനസ് ആശയം കണ്ടെത്തുകയും ആ ആശയം നടപ്പിലാക്കാൻ കമ്പനി രൂപീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. 2. കമ്പനിയുടെ സാധ്യതാ പഠനം. കമ്പനിയുടെ സാധ്യതാ പഠനം നടത്തുക. 3. കമ്പനിയുടെ രൂപീകരണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക. കമ്പനിയുടെ രൂപീകരണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള രേഖകൾ തയ്യാറാക്കുക. ആവശ്യമായ ധനം സമാഹരിക്കുക. വിദഗ്ധരുടെ സഹായം തേടുക. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ പ്രൊമോട്ടർ നിർവഹിക്കുന്നു. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള രേഖകൾ തയ്യാറാക്കുക, ആവശ്യമായ ധനം സമാഹരിക്കുക, വിദഗ്ധരുടെ സഹായം തേടുക, രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ പ്രൊമോട്ടർ നിർവഹിക്കുന്നു. 4. മെമ്മോറാണ്ടത്തിൽ ഒപ്പിടാനുള്ള വ്യക്തികളെ തീരുമാനിക്കുന്നു. ഇതിലേതെങ്കിലും 3 എഴുതിയാൽ മതിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 22. ചെറുകിട ബിസിനസ് നേരിടുന്ന ഏതെങ്കിലും 3 പ്രശ്നങ്ങൾ വിശദമാക്കുക. ചെറുകിട ബിസിനസ് നേരിടുന്ന ഏതെങ്കിലും 3 പ്രശ്നങ്ങൾ വിശദമാക്കുക. കുറഞ്ഞ മൂലധനവും കുറഞ്ഞ തൊഴിലാളികളും ഉപയോഗിച്ച് ചെറിയ തോതിൽ ഉൽപാദനമോ വ്യാപാരമോ സേവനമോ നടത്തുന്ന ബിസിനസ്സിനെയാണ് ചെറുകിട ബിസിനസ് എന്ന് പറയുന്നത്. കുറഞ്ഞ മൂലധനവും കുറഞ്ഞ തൊഴിലാളികളും ഉപയോഗിച്ച് ചെറിയ തോതിൽ ഉൽപാദനമോ വ്യാപാരമോ സേവനമോ നടത്തുന്ന ബിസിനസ്സിനെയാണ് ചെറുകിട ബിസിനസ് എന്ന് പറയുന്നത്. ചെറുകിട ബിസിനസ് നേരിടുന്ന 3 പ്രശ്നങ്ങൾ നോക്കാം. 1. ധനസമാഹരണം. ധനസമാഹരണം. ചെറുകിട സംരംഭങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ധനസമാഹരണം. ആവശ്യത്തിന് മൂലധനം ലഭിക്കാത്തതിനാൽ അസംസ്കൃത വസ്തുക്കൾ വാങ്ങാനും യന്ത്രങ്ങൾ സ്ഥാപിക്കാനും വികസന പ്രവർത്തനങ്ങൾ നടത്താനും ബുദ്ധിമുട്ട് നേരിടുന്നു. ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കുന്നതിനും തടസ്സങ്ങൾ നേരിടുന്നു. ചെറുകിട സംരംഭങ്ങൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ധനസമാഹരണം. ആവശ്യത്തിന് മൂലധനം ലഭിക്കാത്തതിനാൽ അസംസ്കൃത വസ്തുക്കൾ വാങ്ങാനും യന്ത്രങ്ങൾ സ്ഥാപിക്കാനും വികസന പ്രവർത്തനങ്ങൾ നടത്താനും ബുദ്ധിമുട്ട് നേരിടുന്നു. ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കുന്നതിനും തടസ്സങ്ങൾ നേരിടുന്നു. 2. അസംസ്കൃത വസ്തുക്കൾ. അസംസ്കൃത വസ്തുക്കൾ. ഗുണമേന്മയുള്ള അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായ അളവിൽ ലഭിക്കാറില്ല. ഗുണമേന്മയുള്ള അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായ അളവിൽ ലഭിക്കാറില്ല. വലിയ വ്യവസായങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതിനാൽ ചെറുകിട സംരംഭങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കൾ കുറവായി ലഭിക്കുന്നു. വലിയ വ്യവസായങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതിനാൽ ചെറുകിട സംരംഭങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കൾ കുറവായി ലഭിക്കുന്നു. ഇതുമൂലം ഉൽപാദനം തടസ്സപ്പെടുകയും ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം കുറയുകയും ചെയ്യുന്നു. ഇതുമൂലം ഉൽപാദനം തടസ്സപ്പെടുകയും ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം കുറയുകയും ചെയ്യുന്നു. 3. വിപണനം. വിപണനം. ചെറുകിട സംരംഭങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനും വിൽക്കാനും ബുദ്ധിമുട്ടുണ്ട്. ചെറുകിട സംരംഭങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനും വിൽക്കാനും ബുദ്ധിമുട്ടുണ്ട്. പരസ്യം ചെയ്യാൻ ആവശ്യമായ പണവും സൗകര്യവും കുറവാണ്. പരസ്യം ചെയ്യാൻ ആവശ്യമായ പണവും സൗകര്യവും കുറവാണ്. വലിയ കമ്പനികളുമായി മത്സരിക്കാൻ കഴിയാത്തതിനാൽ വിൽപ്പന കുറയുകയും ലാഭം കുറഞ്ഞു പോകുകയും ചെയ്യുന്നു. വലിയ കമ്പനികളുമായി മത്സരിക്കാൻ കഴിയാത്തതിനാൽ വിൽപ്പന കുറയുകയും ലാഭം കുറഞ്ഞു പോകുകയും ചെയ്യുന്നു. 4. ഗുണനിലവാരം. 4. ഗുണനിലവാരം. ഗുണമേന്മയുള്ള അസംസ്കൃത വസ്തുക്കൾ എല്ലായ്പ്പോഴും ലഭിക്കാത്തതും ഉൽപ്പന്നത്തിന്റെ നിലവാരത്തെ ബാധിക്കുന്നു. ഗുണമേന്മയുള്ള അസംസ്കൃത വസ്തുക്കൾ എല്ലായ്പ്പോഴും ലഭിക്കാത്തതും ഉൽപ്പന്നത്തിന്റെ നിലവാരത്തെ ബാധിക്കുന്നു. ഗുണനിലവാരക്കുറവ് കാരണം ഉപഭോക്താക്കളുടെ വിശ്വാസം കുറയുകയും വിൽപ്പനയും ലാഭവും ഇടിയുകയും ചെയ്യുന്നു. ഗുണനിലവാരക്കുറവ് കാരണം ഉപഭോക്താക്കളുടെ വിശ്വാസം കുറയുകയും വിൽപ്പനയും ലാഭവും ഇടിയുകയും ചെയ്യുന്നു.
ഇതിലേതെങ്കിലും 3 എഴുതിയാൽ മതിയാകും. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനിയും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എക്സാം റിലേറ്റഡ് ക്ലാസ്സുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു എവ്രിവൺ.